ഹൃദയപൂർവ്വം നമസ്കാരം, വണക്കം. നിങ്ങളോട് സംസാരിക്കാൻ അത്രയ്ക്കും നല്ല മലയാളം അറിയാത്തതുകൊണ്ട് ക്ഷമിക്കണം. വാക്കുകളിലോ ഉച്ചാരണത്തിലോ തെറ്റുകളുണ്ടാകും, പൊറുക്കണം. ഭാഷയാണോ വിഷയം, വിഷയമാണോ വിഷയം എന്ന് വെച്ചാൽ വിഷയമാണ് വിഷയം എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും അങ്ങനെ തന്നെ കരുതണം. ഒരു ദയോടുകൂടിയുള്ള അപേക്ഷയാണ്. പറമ്പിക്കുളം ആളിയാർ കരാറും പകുതി വില തട്ടിപ്പും. അതെ, പകുതി വില തട്ടിപ്പും പറമ്പിക്കുളം ആളിയാർ കരാറ് തട്ടിപ്പും. കേരളത്തിലുള്ള ഏകദേശം 3.25 കോടി മലയാളികളും, എന്തിന് ലോക മലയാളികൾ എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ കേരള മണ്ണിൻ്റെയും മക്കളുടെയും നന്മയ്ക്കായി പറയുന്നത് ഇവൻ ഒരു തമിഴനാണ്. പക്ഷേ തമിഴ്നാട്ടുകാരനോ മദ്രാസ് സ്റ്റേറ്റുകാരനോ പണ്ടത്തെ പ്രജയല്ല. എന്നെപ്പോലെ മാതൃഭാഷ മാതൃഭാഷ തമിഴായുള്ള തമിഴരിവിടെ ഉണ്ട്. അതായത് ചിറ്റൂർ, പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ. ഇത് പണ്ട് തിരുക്കൊച്ചിയാണ്. ഇപ്പോഴും പല നിയമങ്ങളും തിരുക്കൊച്ചിയാണ്. യഥാർത്ഥ കേരളീയർ. ഇത് പറയാൻ കാരണം ഏതോ ഒരു പാണ്ഡി തമിഴൻ വന്ന് കേരളത്തെക്കുറിച്ചും മലയാളികളെക്കുറിച്ചും മോശം പറഞ്ഞു എന്ന് കരുതരുത്. കേരളം ഒട്ടാകെ കേട്ടിരിക്കേണ്ട വിഷയം നമ്മുടെ നന്മയ്ക്കായി. പകുതി വില തട്ടിപ്പും പറമ്പിക്കുളം ആളിയാർ കരാറും. പകുതി വില തട്ടിപ്പ് കുറച്ച് ദിവസങ്ങളായി കേട്ടിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് ചിറ്റൂർ താലൂക്കിലാണ്. അതെ, ഏകദേശം 17 ഗ്രാമപഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമുള്ള ചിറ്റൂർ താലൂക്കിലെ മാത്രം 2000-ൽ കൂടുതൽ വണ്ടികൾക്ക് പാവങ്ങൾ പണം കെട്ടിയിട്ടുണ്ട്. അതായത് 10 രൂപയ്ക്കും 15 രൂപ പലിശയ്ക്കും പണം വാങ്ങിച്ച് ജീവിക്കാൻ ശ്വാസം മുട്ടി പെടാപാടുപെടുന്ന ജനം ജീവിക്കുന്ന ഇതേ ചിറ്റൂർ താലൂക്കിൽ അതെ, ആത്മഹത്യകൾ കൂടുന്ന വിഷയങ്ങൾ. 10 ലക്ഷം രൂപ ലോൺ വേണമെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ പോലും 2 ലക്ഷം രൂപ കൈക്കൂലി വേണമെന്ന് ആവശ്യപ്പെടുന്ന കോപ്പറേറ്റീവ് ബാങ്കുകൾ സ്ഥിതി ചെയ്യുന്ന ചിറ്റൂർ താലൂക്കിൽ പകുതി വില തട്ടിപ്പിന് ഇരയായ ജനങ്ങൾ കണക്കില്ലാത്തവരാണ്. ഇത് പറയാൻ കാരണം മൈക്രോ ഫിനാൻസിൽപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കാൻ സംഘടനകൾ രൂപീകരിച്ച് ചിലർ സാമൂഹ്യ പ്രവർത്തനം ഓടിക്കൊണ്ടിരിക്കുന്ന ഇതേ ചിറ്റൂർ താലൂക്കിൽ 2000-ൽ കൂടുതൽ പേർ ഈ പകുതി വില തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കോടികളാണ്. ഇത് പറയാൻ കാരണം വ്യക്തമായ തെളിവുകളോടുകൂടിയാണ്. അതായത് കേരളത്തിൻ്റെ ഫുള്ളും NGO കോൺഫെഡറേഷൻ്റെ ഭാരവാഹികളായ അനന്തകുമാർ എന്നുള്ളതുപോലെ പാലക്കാട് ജില്ലയുടെ പ്രസിഡൻ്റാണ് ബഹുമാന്യനായ ഗിരീഷ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നെന്മാറ സ്വദേശിയാണ് അദ്ദേഹം. അതേപോലെ ചിറ്റൂർ താലൂക്കിൻ്റെ NGO കോൺഫെഡറേഷൻ്റെ ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ട്. അതാരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ ഭാരവാഹികൾ ആരാണ്? ഇതാണ് ഡിസംബർ 10-ാം തീയതി 2023 ചിറ്റൂർ താലൂക്കിലെ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ്റെ പിൻപുറമുള്ള പെൻഷൻ ഭവനിൽ നടന്ന ഒരു സമ്മേളനമാണ്. അതായത് ചിറ്റൂർ താലൂക്കിൻ്റെ NGO കോൺഫെഡറേഷൻ്റെ ഭാരവാഹികൾ, താലൂക്ക് ചെയർമാൻ, താലൂക്ക് പ്രസിഡന്റ്, താലൂക്ക് ട്രഷറർ എല്ലാം കൂടി ഈ വ്യക്തിയാണ് സെലുവൻ ചിറ്റൂർ പോളിറ്റിക്സ്. ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെ സെലുവൻ ചിറ്റൂർ പോളിറ്റിക്സ് ആണ്. പേര് തന്നെ ചിറ്റൂർ പോളിറ്റിക്സ് സെലുവനാണ്. എന്താണ് തൻ്റെ പേരിൽ പൊളിറ്റിക്സ് എന്നുള്ള പേര് ചേർത്തത് എന്നുള്ള ചോദ്യത്തിന് ചിറ്റൂരിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ വിരൽ തുമ്പിലാണ്. ഇവിടെയുള്ള മന്ത്രിയും MLA-മാരും രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും എല്ലാം അദ്ദേഹത്തിൻ്റെ കറങ്ങുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. അദ്ദേഹം വരച്ച വര മന്ത്രി ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി കടക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശം. ഇത് പറയാൻ കാരണം അദ്ദേഹമാണ് ഇവിടെ നയിച്ചത് പ്രതികരണവേദി എന്നുള്ള ഒരു സംഘടന. കാരണം ഈ 2023 ഡിസംബർ 10-ാം തീയതി ഇവിടെ നടന്ന ഈ സമ്മേളനത്തിൽ ആ സമ്മേളന വേദിയിലേക്ക് കയറി ചെന്ന് ഇത് തെറ്റാണ്, CSR ഫണ്ട് എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസ് ഫണ്ട്, അത് കൂടുതൽ ലാഭങ്ങൾ കിട്ടുന്ന കോർപ്പറേറ്റ് കമ്പനികൾ അതിലൊരു വിഹിതം സോഷ്യൽ റെസ്പോൺസ് സാമൂഹ്യ സേവനം ചെയ്യാൻ കൊടുക്കുന്നതാണ് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസ് ഫണ്ട്. കോർപ്പറേറ്റ് കമ്പനികൾ അവർ കച്ചവടം ചെയ്ത് കിട്ടിയ ലാഭത്തിൻ്റെ ഒരു വിഹിതം സേവനം ചെയ്യാൻ കൊടുക്കുന്നതാണ്. ആ പൈസ ഇങ്ങനെ പാതി വിലയ്ക്ക് വണ്ടിയും ലാപ്ടോപ്പും കൊടുത്ത് കച്ചവടം ചെയ്യാനുള്ളതല്ല. ഇത് സാമാന്യ അറിവാണ്. ഈ വിഷയം മുൻകൂട്ടി കണ്ട് നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ജനപ്രതിനിധികൾ എന്ത് ചെയ്തു? അവരല്ലേ ജനപ്രതിനിധികളല്ലേ ഇവിടെയുള്ള ജനങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിപ്പിച്ചിലാക്കിയത്? വിശ്വസ്തത നേടിയെടുക്കാൻ ഇവിടുള്ള നെന്മാറ, ചിറ്റൂർ ബഹുമാനപ്പെട്ട MLA-മാരെ ദുരുപയോഗപ്പെടുത്തി ഈ സെലുവൻ പോളിറ്റിക്സ്, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സെലുവൻ ചിറ്റൂർ പോളിറ്റിക്സ് ആണ്. അതായത് രാഷ്ട്രീയത്തിൽ കറകളഞ്ഞ ആളാണ് അദ്ദേഹം, അങ്ങനെയാണ് പറയുന്നത്. 3 പേരുള്ള വ്യക്തിയുള്ള ടീമാണ് ഈ പ്രതികരണ വേദി.
അപ്പോൾ ഈ വിഷയം ജനങ്ങൾക്ക് ഇങ്ങനെ ഉള്ളത് തട്ടിപ്പാണ്, CSR ഫണ്ട് വഴി ഇങ്ങനെ കിട്ടില്ല എന്ന് മുൻകൂട്ടി ജാഗ്രതാ നിർദ്ദേശം കൊടുക്കാൻ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിന് കഴിഞ്ഞില്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കഴിഞ്ഞില്ല, ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞില്ല. അപ്പം ആരെങ്കിലും അത് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജനം കുറച്ചെങ്കിലും ജാഗ്രത പാലിച്ചിരിക്കില്ലേ എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലില്ലേ? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇവൻ ഉൾപ്പെടെയുള്ള ഒരു ചെറിയ സംഘടനയുണ്ട്. 8ാം അറിവ് എന്നാണ്, സന്നദ്ധ സംഘടനയാണ്. അത് ചാരിറ്റബിൾ സൊസൈറ്റി അല്ല, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടിയുള്ള സുരക്ഷാ മുൻകരുതൽ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി താലൂക്ക് ലെവലിൽ ഇങ്ങനെയുള്ള NGO കോൺഫെഡറേഷൻ രൂപപ്പെടുത്തുമ്പോൾ, ആ സംഘടന രൂപപ്പെടുത്തുമ്പോൾ ആ സമ്മേളന ഹാളിൽ കയറി അവിടെയുള്ള ജനങ്ങളോട് വ്യക്തമായി പറഞ്ഞു, ഇത് തെറ്റാണ്, നുണയാണ്, തട്ടിപ്പാണ്. അഥവാ അവർ പറഞ്ഞത് ഒരു മാസത്തിൽ ടാറ്റ കമ്പനി 2 കോടി രൂപയാണ് CSR ഫണ്ട് കൊടുക്കുന്നത്. ഈ സ്കൂട്ടറും ഈ ലാപ്ടോപ്പുകളും വാങ്ങാൻ എന്നാണ് ഇവർ അവകാശപ്പെട്ടത്. ഈ സെൽവൻ പോളിറ്റിക്സും ഗിരീഷും ഇവരെല്ലാം ആ സമ്മേളനത്തിൽ. നമ്മൾ പറഞ്ഞു അങ്ങനെ അല്ല, അത് തെറ്റാണ്, നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആരും കേട്ടില്ല. അവിടെ പ്രശ്നമുണ്ടാക്കി. ഞങ്ങളും ഒരു സന്നദ്ധ സംഘടനയാണ്, തിരുക്കൊച്ചി രജിസ്ട്രേഷൻ ചെയ്ത ഒരു രജിസ്റ്റേർഡ് സംഘടനയാണ്. എന്താ ഞങ്ങളെയും നിങ്ങളുടെ ഈ NGO കോൺഫെഡറേഷനിൽ ചേർത്തൂടെ എന്ന് പറഞ്ഞപ്പോൾ ചേർക്കാനില്ല, ചോദ്യം ചോദിക്കുന്നവരെ ചേർക്കില്ല എന്ന് പറഞ്ഞ് പുറത്താക്കി. ഇത് പറയാൻ കാരണം വേദനയോട് പറയുകയാണ്. അന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിനുശേഷം 2023 ഡിസംബർ 10 നടന്ന ആ പ്രശ്നം ഇത് തട്ടിപ്പാണ് എന്ന് ജനങ്ങൾക്ക്, ഓരോ പാവങ്ങൾക്കും ചൂണ്ടിക്കാണിച്ച ആ മീറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. என்ன நல்லா தெரியும், 4 வருஷமா 3 தடவை டெய்லர் மிஷின் கொடுக்குறதுக்கு ஜில்லா மீட்டிங் கூட்டு நாங்க போயிருக்கோம். டெய்லர் மிஷின் 2000 இது மகா மோசம். ஒரு மிஷினுக்கு 2000 ரூபாய் அதிகமா போட சொன்னீங்கன்னா இது பாவங்களுக்கு என்னமோ பண்ணுங்க, அதிகாரம் இருக்கு, குங்கு இருக்கு, எல்லாம் அடிச்சு ஒதுக்கிடுவீங்க. நன்றி. அவங்களுக்கு கொடுக்குறதுக்கு அதுலயே அடிச்சு மாதிரி ஒரு டீம் வேணுமா சொல்லுங்க, நீங்களே பாத்துக்குங்க. சரிங்க, வயசுக்கு பெரிய நிறைய இருக்காங்க, உங்களை சீக்கிரம் ஏமாத்த முடிச்சிருக்கிறது சங்கடம் இருக்கு. நல்லா எடுத்துக்கணும், நீங்க எடுத்த நீங்க கையில வச்சுக்கணும். நாங்க நாளைக்கு சேனல்ல மீடியாவிலே போடுறோம். അതിനുശേഷം 2023 ഡിസംബർ 10 ശേഷം വളരെ വ്യാപകമായി ഈ പ്രതികരണ വേദി പരിപാടികൾ നടത്തി. ഇവർ ആരിനെയൊക്കെയാണ് ദുരുപയോഗപ്പെടുത്തിയത്? ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട കവിത അവർ, പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് അപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഋഷ പ്രേംകുമാർ. ഇപ്പോൾ ഋഷ പ്രേംകുമാർ അവർ PSC കമ്മീഷൻ അംഗമാണ്, ശ്രദ്ധിക്കണം. അടുത്തത് നെമ്മാറ MLA ബഹുമാനപ്പെട്ട നമ്മുടെ ബാബു അവർ, ഇവരുകളെല്ലാം ദുരുപയോഗപ്പെടുത്തി. ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ഫോട്ടോ. ബൈക്കുകളുടെ താക്കോൽ കൈമാറലും ഈ NGO കോൺഫെഡറേഷൻ്റെ അനന്തകുമാർ, അനന്തകൃഷ്ണൻ, എല്ലാവരോടുള്ള ബഹുമാനപ്പെട്ട കവിത അവർ, ബഹുമാനപ്പെട്ട ഋഷ പ്രേംകുമാർ അവർ, ഇവരുടെ ഫോട്ടോ പതിച്ച ഫംഗ്ഷൻ്റെ ഈ വിഷയങ്ങൾ ഇവരെല്ലാം വെച്ച് ദുരുപയോഗപ്പെടുത്തി ജനങ്ങളുടെ വിശ്വാസം നേടി എന്നുള്ളതാണ് ശരി. എന്തുകൊണ്ട് ഈ സെൽവൻ പോളിറ്റിക്സിനെ കുറിച്ച് ആരും സംസാരിക്കാത്തത്? കാരണം അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പിടിപാടുള്ള ആളാണ്, ചെറിയ പിടിപാടല്ല. CPIM, കോൺഗ്രസ്, BJP, പിന്നെ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടി ജനതാദൾ എന്നാണ് പറയുന്നത്. ജനതാദളിൻ്റെ എല്ലാ പരിപാടിയിലുണ്ട്. കൃഷ്ണൻകുട്ടി അവരുടെ നേരിട്ടുള്ള ശിഷ്യനാണ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം വരച്ച വര ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടി കടക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞ അങ്ങനെ അനുസരിക്കും, അതാണ് മന്ത്രി എന്നും ഇവിടെ പ്രചരണം നടത്തിയിട്ടുണ്ട്. അതാണ് വിശ്വസ്തത നേടുക. അതായത് കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഇത് സാധ്യമാണോ? അല്ല. ഇപ്പോഴും ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി മന്ത്രി അവരുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി PA ബഹുമാനപ്പെട്ട പ്രേംകുമാർ അവരുടെ വീടാണ് ഇതിന് കൊടുത്തത്. എല്ലാം കണ്ടെത്തിയ നമ്മുടെ രാഷ്ട്രീയക്കാർ അത് പുറത്തുവിട്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്, ധൈര്യമായിട്ട്. കാരണം അക്രമ രാഷ്ട്രീയത്തെക്കാളും വളരെ അപകടമാണ് ജനാധിപത്യത്തിന് അടിമത്വ രാഷ്ട്രീയം. അതെ, ജനാധിപത്യത്തിന് കൂടുതൽ അപകടം അക്രമ രാഷ്ട്രീയത്തെക്കാളും അടിമത്വ രാഷ്ട്രീയമാണ് അപകടം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളം ഫുള്ളും അടിമത്വ രാഷ്ട്രീയമാണ്.
പ്രത്യേകിച്ച് ചിറ്റൂർ അത്രയും അടിമത്വ രാഷ്ട്രീയമാണ്. അതെ, ഇത്രയും അടിമത്വ രാഷ്ട്രീയമുള്ള ഈ ചിറ്റൂർ താലൂക്കിൽ കേസുകൾ 2000-ൽ കൂടുതൽ സ്കൂട്ടറുകളാണ്. അതല്ലാതെ ലാപ്ടോപ്പുകളും തയ്യൽ മെഷീനുകളും, കോടികൾ അങ്ങനെയുള്ള വിഷയങ്ങൾ പുറത്തു പറയാൻ ജനം പേടിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നല്ലേപ്പിള്ളിയിലുള്ള പണം കെട്ടി പറ്റിക്കപ്പെട്ട ആ പാവം വീട്ടമ്മ ബഹുമാനപ്പെട്ട ഉഷ ചേച്ചി അവർക്ക് നമ്മളൊരു സല്യൂട്ട് കൊടുക്കുകയാണ്. ധൈര്യമായിട്ട് മുഖ്യധാരാ ചാനലുകളിൽ ആ വാക്കുമൂലം അത് കൊടുത്തതിനെ അദ്ദേഹത്തിന് നമ്മൾ അഭിനന്ദിക്കണം. കാരണം ധൈര്യമാണ് ഇവിടെ ആവശ്യം. കൃത്യമായി പറഞ്ഞാൽ പകുതി വില തട്ടിപ്പും പറമ്പിക്കുളം ആളിയാർ കരാർ തട്ടിപ്പും എങ്ങനെ ഒന്നിക്കുന്നു എന്നുള്ളത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇതൊരു ടീമാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് സേവ് ചിറ്റൂർ എന്നുള്ള സംഘടനയുണ്ട്. സേവ് ചിറ്റൂർ, അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് CPIM, കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം. ശ്രദ്ധിക്കണം, കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം, ജനതാദൾ S, പിന്നെ BJP. ഈ 4 പാർട്ടിയും ഒന്നിച്ചുള്ള ടീമാണ് സേവ് ചിറ്റൂർ. പറമ്പിക്കുളം ആളിയാർ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ റോഡ് തടയും, തമിഴന്മാരിനെ തല്ലി ഓടിക്കുമെന്ന് വികാരമുണ്ടാക്കും, യഥാർത്ഥ പ്രശ്നം പിന്തിരിപ്പിക്കും. അതേ ടീമാണ് ഈ പാതി വില തട്ടിപ്പിലും ചുക്കാൻ പിടിച്ചത്. അവരെക്കുറിച്ച് എന്തുകൊണ്ട് ആരും മിണ്ടുന്നില്ല? ചുക്കാൻ പിടിച്ചത് 3 പേരാണ്. അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ ആൾ സെൽവൻ ചിറ്റൂർ പോളിറ്റിക്സ് പ്രതികരണ വേദി എന്നുള്ള സംഘടനയുടെ ഭാരവാഹി. അദ്ദേഹമാണ് NGO കോൺഫെഡറേഷൻ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ സാധാരണ ഫോട്ടോ അല്ല. NGO കോൺഫെഡറേഷൻ ഈ കോടികൾ തട്ടിപ്പ് നടത്തിയ സംസ്ഥാന കമ്മിറ്റിയുടെ, താലൂക്ക് കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് ഇരിക്കുന്നത്. ഇതിൽ ചിറ്റൂർ താലൂക്ക് പൊൽപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ, കോൺഗ്രസ് പാർട്ടിയുടെ വാർഡ് മെമ്പർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണം, എല്ലാ പാർട്ടികളും അറിഞ്ഞോ അറിയാതെയോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പറ്റിക്കാനുള്ള ഈ വമ്പൻ ടീമിനെ കൂട്ടുനിന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഇദ്ദേഹം സെൽവൻ പോളിറ്റിക്സ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണ വേദിയിൽ വളരെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ്. പ്രമോദ് അച്ചോദ്, ഇദ്ദേഹം ആഗോളതലത്തിലുള്ള പത്രപ്രവർത്തകനാണ്. ദുബായ് മുതൽ ഇന്ത്യ വരെയുള്ള വിശാലമായ ആഗോള പത്രപ്രവർത്തകൻ അംഗമാണ്. അടുത്തത് CPIM-ൻ്റെ ആധികാരികമായ പാർട്ടി പത്രമായ ദേശാഭിമാനി പത്രത്തിൻ്റെ ചിറ്റൂരിൻ്റെ ലേഖകൻ. താൻ വലിയ CPM നേതാവാണ് എന്ന് സ്വയം പ്രഖ്യാപിത നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് ബഹുമാനപ്പെട്ട സുധീഷാണ്. ഇത് പറയാൻ കാരണം അദ്ദേഹം SFI-കാരനോ ഒന്നുമല്ല, പക്ഷേ നുളഞ്ഞു കയറി ദേശാഭിമാനിയിൽ കയറി എന്നാണ് പാവം നല്ല സഹാക്കൾ പറയുന്നത്. ഇത് പറയാൻ കാരണം കൃത്യമായി പറഞ്ഞാൽ ഇവർ ഹൈ പ്ലാനിംഗ് ആണ്. ഈ ഫോട്ടോ അത് പറയും. ഒരാളിനെ ആദരിക്കാം. ഇപ്പോൾ ഇത്രയും നേതാക്കൾ പ്രതികരണ വേദിയുടെയും NGO കോൺഫെഡറേഷൻ്റെയും പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ തെറ്റു പറയുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ ഒരു പരിപാടി പറയുമ്പോൾ ജനങ്ങൾ വരും, സ്റ്റുഡൻസ് വരും. 10 വോട്ടല്ലേ? NGO കോൺഫെഡറേഷൻ്റെ ചിറ്റൂരിൻ്റെ താലൂക്കിൻ്റെ ചുക്കാൻ പിടിക്കുന്ന പ്രതികരണ വേദിയുടെ സജീവ അംഗമാണ് ദേശാഭിമാനി പത്രത്തിൻ്റെ ഈ ലേഖകൻ. ചെറിയ മീനല്ല ഇയാൾ. കാരണം ഇദ്ദേഹം ഇതിനു മുമ്പ് വേറൊരു പത്രത്തിലായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട സുരേഷ് ബാബു അവർ ജില്ലാ സെക്രട്ടറി ആയിട്ടില്ല. 2017 കാലഘട്ടം നമ്മുടെ ഗോപാലപുരത്ത് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഒരു അടിപിടി ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മുകളിൽ ഒരു ആരോപണം വന്നു. പത്രങ്ങൾ വാർത്തയാക്കി. അപ്പോൾ ഈ സുധീഷ് എന്നെ വിളിച്ചിട്ട് നിങ്ങൾ അവനെ വിടാൻ പാടില്ല, അയാൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അയാൾ അവിടെ സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആ സമയത്ത് വണ്ടികളൊക്കെ പറഞ്ഞ് സ്പിരിറ്റ് വേണ്ടി കടത്തിവിട്ടതാണ് എന്ന് എഴുതി കരിവാറി തേച്ചു. ഈ വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു അവർ തന്നെ ചില വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിഗതി ചെയ്യാൻ പാടില്ല, എന്നെ എന്തിനാണ് നിങ്ങൾ വ്യക്തിഗതി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തി പിന്നീട് 2 വർഷം കഴിയുമ്പോൾ CPIM-ൻ്റെ ആധികാരികമായ പാർട്ടി പത്രത്തിൽ ലേഖകനായി. എങ്ങനെ നുഴഞ്ഞു കയറി എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം ഈ ജനതാദൾ S, കൃഷ്ണൻകുട്ടി അവരുടെ പാർട്ടിയും CPIM-ഉം എപ്പോഴും തമ്മിൽ തല്ലാണ്, വെല്ലുവിളികളാണ്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് സംസ്ഥാന സർക്കാരിൽ അവർ അംഗം വഹിക്കുന്നു, മന്ത്രിയാണ്. അപ്പോൾ തമ്മിൽ തല്ലിലുള്ള പോരിനെ നുഴഞ്ഞു കയറ്റക്കാർ 2 പാർട്ടികളിലുണ്ടാകും. അത് നമ്മൾ കാണാറുണ്ട്. അതെ, ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2002-ൽ ഒരു സാധാരണ ആക്സിഡൻറ്റ് കേസിനെ മർഡർ കേസാക്കി 25 വർഷം അദ്ദേഹത്തെ സുരേഷ് ബാബു അവരെ വേട്ടയാടിയതാണ്. ബഹുമാനപ്പെട്ട AK ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തുടങ്ങിയ കേസാണ്. കഴിഞ്ഞ വർഷമേ തീർന്നിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ പേര് മോശം, ദുഷ്പേരുണ്ടാക്കാൻ സുധീഷ് നുഴഞ്ഞു കയറിയതായിരിക്കാം. കാരണം നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ എത്രയോ നല്ല സഹാക്കളുണ്ട്. അവർ ഈ പ്രതികരണ വേദിയിൽ അംഗങ്ങളായിരുന്നു.
അവർ രാജിവെച്ചു 7 മാസം മുമ്പ്. ഈ പ്രതികരണ വേദിയും NGO കോൺഫെഡറേഷൻ്റെയും കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയ CPIM-ലുള്ള പാവം നല്ല സഹാക്കൾ ആ പ്രതികരണ വേദിയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. മിണ്ടാതിരിക്കുകയാണ് അവരിതെല്ലാം പറയുന്നുണ്ട്. സുധീഷ് എങ്ങനെ നുഴഞ്ഞു കയറി? കാരണം ഇതൊരു ആദരവ് നേടാനുള്ള ഒരു ഫംഗ്ഷനാണ്. ആരും ആരെയും ആദരിക്കാം, ആദരവ് ഏറ്റുവാങ്ങാൻ പോകാം. പക്ഷേ പ്രതികരണ വേദിയുടെയും NGO കോൺഫെഡറേഷനും അംഗം കൂടിയാണ് ഈ പത്രപ്രവർത്തകൻ. അപ്പോൾ ആഗോളതലത്തിലുള്ള പ്രമോദ് അച്ചോദ് എന്നുള്ള ആ പത്രപ്രവർത്തകനും പ്രതികരണ വേദിയുടെ അംഗമായ സുധീഷനുള്ള ദേശാഭിമാനിയുടെ പത്രപ്രവർത്തകനും സെലിവൻ പോളിറ്റിക്സും 3 പേരുള്ള ആ സംഘം എത്രയും വലിയ വിഷയമാണ്, അപകടമാണ് ഈ സമൂഹത്തിന് വരുത്തി വെച്ചിരിക്കുന്നത്. ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? കാരണം ഇതൊക്കെ പറയുമ്പോൾ എന്നെക്കുറിച്ച് നിങ്ങൾ ചോദിക്കാം, നീ ആരാ ഇത് പറയാനെന്ന് ചോദിച്ചിട്ടുണ്ട്. 1 അല്ല 2 അല്ല, കുറേ ഭീഷണികൾ നേരിട്ടിട്ട് കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തു പറഞ്ഞാലും ഒരു വിഷയത്തിൽ ജാതിയില്ല, മതമില്ല. ജാതി മതം പറയുന്നത് ഫാസിസമാണ് എന്ന് പറയും സഖാക്കളും. പക്ഷേ ഭാഷാവിദ്വേഷവും ഫാസിസമാണ് തമിഴ് മലയാളി എന്ന് പറയുന്നതും. ഞങ്ങളൊന്നും വരത്തമാരല്ല, പഞ്ചം പൊളയ്ക്കാൻ വന്നവരല്ല. ഇത് പറയാൻ കാരണം 2023 ഡിസംബർ 10 കൊല്ലങ്കോട് പെൻഷൻ ഭവനിൽ നടന്ന പരിപാടിയിൽ ജനങ്ങളെ ബോധവൽക്കരിച്ച് അവരെ വാണിംഗ് ചെയ്ത് ഇതിൽ ചാടരുത്, പാവങ്ങളാണ് നിങ്ങൾ എന്ന് ആ ഫംഗ്ഷനിൽ അവരെ എല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ എത്ര ശ്രമിച്ചു. അതിനുശേഷം CPIM, കോൺഗ്രസ്, BJP, ജനതാദൾ എസ് 4 പാർട്ടിയിലുള്ള നമുക്ക് ബന്ധമുള്ള ചെറിയ നേതാക്കളോട് എത്ര തവണ പറഞ്ഞു CSR ഫണ്ടിങ്ങിനില്ല. അതിനൊക്കെ ഞങ്ങൾക്ക് ഈ പൊതുസമൂഹത്തിൽ നിന്നും ഒരു അവാർഡ് കൊടുക്കണം. കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ളത് ദുരന്തങ്ങൾക്ക് മുൻപുള്ള സുരക്ഷാ മുൻകരുതലാണ്, ദുരന്തത്തിന് ശേഷം നെട്ടോട്ടം ഓടുന്നതല്ല. അങ്ങനെ ഇത്രയും വലിയ സോഷ്യൽ ഡിസാസ്റ്റർ, സാമൂഹിക ദുരന്തത്തിന് മുമ്പ് ചൂണ്ടിക്കാണിച്ച് ജനങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ച വ്യക്തികളാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അടുത്തത് ജോലി തട്ടിപ്പ്. ഇപ്പോഴും ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ കവിത അവർകൾ, പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് അപ്പോഴത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഋഷാ പ്രേംകുമാർ അവർകൾ, നെമ്മാറ MLA ബഹുമാനപ്പെട്ട ബാബു അവർകൾ ഉൾപ്പെടെ പ്രതികരണ വേദിയുടെയും NGO കോൺഫെഡറേഷൻ്റെയും ഈ ഫംഗ്ഷനുകളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ജനങ്ങൾ അതുകൊണ്ടാണ് വിശ്വസിച്ചത്. ഇതിൽ ഇപ്പോൾ സൂക്ഷിക്കേണ്ടത് ഈ പ്രതികരണ വേദിയുടെ ഈ അംഗങ്ങൾ, ഈ പത്രപ്രവർത്തകർ ഈ സെലിവൻ പോളിറ്റിക്സിനെ സംരക്ഷിക്കുകയാണ്. അതെ, കാരണം അടുത്ത വിഷയം വരികയാണ്. ജോലി പോളണ്ടിലാണ്. ഒരു മലയാള സിനിമയിൽ പറഞ്ഞതുപോലെ, പോളണ്ടിനെ കുറിച്ച് പറഞ്ഞാൽ ദേഷ്യം വരും പറഞ്ഞതുപോലെ, ചിറ്റൂരിൽ നിന്നും പോളണ്ട് പറഞ്ഞ യൂറോപ്യൻ രാജ്യത്തിലേക്ക് ജോലി വാങ്ങിച്ചു തരാം. പോളണ്ടിലാണ് ജോലി. 1 മണിക്കൂറിൽ 2000 രൂപയാണ് സാലറി. പാവം ചിറ്റൂരിലുള്ള പെരുവമ്പ് ഗ്രാമപഞ്ചായത്തിലുള്ള പാവം മലയാളികൾ പണം കൊടുത്തിട്ടുണ്ട്. 2-3 ലക്ഷം രൂപ വരും. അതിന് അഡ്വാൻസ് 25,000 50,000 രൂപ കൊടുത്തിട്ടുണ്ട്. 19 പേരുടെ അടുത്ത് പണം വാങ്ങിച്ചിട്ടുണ്ട്. പോളണ്ടിലാണ് ജോലി, മണിക്കൂറിന് 2000 രൂപ സാലറി. വിശ്വസിക്കൂ, പാവങ്ങളല്ലേ. ഇത് വിശ്വസിപ്പിക്കാൻ MLA, MP, രാഷ്ട്രീയക്കാർ എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള, ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിയുള്ള കുറേ ഫങ്ഷൻസ് നടത്തുക, ആ വിശ്വസ്തത നേടിയെടുക്കാൻ. ഈ വിശ്വസ്തത കൊണ്ട് കച്ചവടം ചെയ്യുന്ന ഈ ടീം പകുതി വില തട്ടിപ്പും പറമ്പിക്കുളം, ആളിയാർ, കരാർ പുതുക്കൽ എന്നുള്ള തട്ടിപ്പും. കാരണം പോളണ്ടിൽ ജോലി വാങ്ങിച്ചു തരാ എന്നുള്ള ആ പറ്റിക്കപ്പെട്ട ആ മലയാളികൾ ഇപ്പോഴും വേദനാജനകമാണ്. അവരാരും പുറത്തു പറയില്ല. കാരണം അക്രമ രാഷ്ട്രീയത്തെക്കാളും വളരെ അപകടമാണ് ജനാധിപത്യത്തിന് അടിമത്വ രാഷ്ട്രീയം. ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടിമത്വ രാഷ്ട്രീയമാണ്. അത് മാറ്റിയെടുക്കാൻ എന്തു ചെയ്യണം? ഇപ്പോഴും ഈ പ്രശ്നങ്ങളിൽ ഈ കുറ്റവാളികളെല്ലാം ഈ സെലിവൻ പോളിറ്റിക്സിനെ കുറിച്ച് ഒരാളും ഉണ്ടില്ല. BJP, CPIM, കോൺഗ്രസ്, ജനതാദൾ എസ് 4 പാർട്ടിയിലും വൻ സ്വാധീനമുള്ള ആളാണ്. അദ്ദേഹത്തിനെ കുറിച്ച് എവിടെയും ഒന്നും കണ്ടിട്ടില്ല. മന്ത്രി ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടിയുടെ നേരടി ശിഷ്യനാണ് അദ്ദേഹം. അങ്ങനെയാണ് പറയുന്നത്. ആരെ കണ്ടാലും, ഏത് രാഷ്ട്രീയ നേതാവിനെ കണ്ടാലും അപ്പം ഫോട്ടോ എടുത്താൽ പോസ്റ്റ് ചെയ്യും. ആ പാർട്ടിയിൽപ്പെട്ടവർ തന്നെ അന്തം വിടും. ഇപ്പോൾ MLA ബാബു ഏട്ടൻ വഴിക്ക് ഒരു വിഷയം നടക്കണം, CPM അനുഭാവിയാണ്, പക്ഷേ ഇദ്ദേഹത്തിന് കാണും, ഞാൻ പറഞ്ഞാൽ കേൾക്കും, എനിക്ക് എന്ത് വേണം? ഇങ്ങനെ തട്ടിപ്പിൻ്റെ പല രൂപങ്ങൾ എവിടേക്ക് എത്തിക്കുമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. കാരണം ജനതാദൾ എസിൻ്റെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട ഋഷാ പ്രേംകുമാർ അവർ ഇപ്പോൾ ഏറ്റിട്ടുള്ള ചുമതല PSC കമ്മീഷൻ അംഗമാണ്. പോളണ്ടിലെ 1 മണിക്കൂറിന് 2000 രൂപ സാലറി എന്ന് ജോലി വാങ്ങിച്ചു തരാൻ പറഞ്ഞ് പണം നൂറുകണക്കിന് ആളുകളോട് പണം കൈപ്പറ്റിയിട്ടുള്ള ഈ സെലിവൻ പോളിറ്റിക്സും ഈ മാധ്യമപ്രവർത്തകരുടെ ദേശാഭിമാനിയുടെ ആധികാരിക റിപ്പോർട്ടറും
ആഗോളതലത്തിലുള്ള റിപ്പോർട്ടറും ചേർന്നിട്ടുള്ള ഈ ടീം ഇനി PSC ജോലി വാങ്ങിച്ചു തരാ എന്ന് പണം കൈപ്പറ്റില്ല എന്ന് ആർക്കെങ്കിലും ഉറപ്പ് തരാൻ പറ്റുമോ? അടുത്ത തട്ടിപ്പിൻ്റെ തുടക്കമാണ്. കാരണം വിശ്വസ്തത നേടിയെടുക്കുക. അപ്പം ഞങ്ങളെപ്പോലുള്ള ആരെങ്കിലും ഇങ്ങനെ മുന്നറിയിപ്പ് നൽകില്ല, ഇവനാരാ അത് പറയാൻ, തമിഴന്മാർ ഇവിടെ വന്ന് പറയുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് തീരില്ല. ഞങ്ങളാരും ഭരത്തന്മാരല്ല. ഈ മണ്ണിനെയും മക്കളെയും സംരക്ഷിക്കാൻ ഇവിടെ വോട്ട് വാങ്ങി വിജയിച്ച് ലക്ഷങ്ങൾ കോടികൾ കൈക്കൂലി വാങ്ങിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മന്ത്രിമാരെക്കാളും ഈ മണ്ണിനെയും മക്കളെയും സ്നേഹിക്കുന്നവരാണ് നമ്മൾ. അതിനാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനുള്ള വിഷയം കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പാണ്. PSC ജോലി വാങ്ങിച്ചു തരാ എന്നുള്ള ഒരു വാക്കുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ഇതേ സെലിവൻ പോളിറ്റിക്സും ഈ മാധ്യമപ്രവർത്തക ടീമും ഇവിടെ ഇപ്പോഴും നിലവിലുണ്ട്. നിങ്ങളുടെ പാർട്ടിയിലുള്ള ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പൽ കോർപ്പറേഷനിലുള്ള കൗൺസിലിലുള്ള 3 കൗൺസിലർമാർ അരിവാൾ ചുറ്റികൾ നക്ഷത്രത്തിലല്ല ജയിച്ചതവർ, കുടയിലാണ്. 3 വാർഡ് കൗൺസിലർമാർ ഈ ദേശാഭിമാനിയുടെ നുഴഞ്ഞുകയറ്റക്കാരനായ നിങ്ങളുടെ പാർട്ടിയിൽപ്പെടാതെ നിങ്ങൾ പാർട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും ദുഷ്പേരുണ്ടാക്കാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സുധീഷിൻ്റെ കീഴിലാണ്. ആ 3 കൗൺസിലർമാരും അദ്ദേഹം പറഞ്ഞാൽ വരച്ച വര കടക്കില്ല. അതാണ് ഇവർ ഉപയോഗിക്കുന്ന വാക്ക്. ആ ടീം എന്ത് ചെയ്യും? പറമ്പിക്കുളം ആളിയാർ പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവരെ ഭീഷണിപ്പെടുത്തും, വെല്ലുവിളിക്കും. നീ ആരാ അത് പറയാൻ? പറമ്പിക്കുളം ആളിയാർ കരാറിനെ കുറിച്ചും അതിനുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ എനിക്കെന്ത് അവകാശം, തമിഴന്മാർക്ക് എന്ത് അവകാശം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണ് സെലിവൻ പോളിറ്റിക്സും ഇപ്പോൾ ദേശാഭിമാനിയുടെ ആധികാരിക ലേഖകനായിട്ടുള്ള സുധീഷും. SFIയിൽ ഉണ്ടായിരുന്ന എത്ര 100 കണക്കിന് 1000 കണക്കിന് ആളുകളില്ലേ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞ ആളുകൾ? നിങ്ങളുടെ പാർട്ടിയിൽപ്പെടാത്ത ഒരാൾ എങ്ങനെ നുഴഞ്ഞു കയറി? അത് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ കണ്ടെത്തണം. എതിരിയെ നമ്പലാം. ഇപ്പം ഇത് പറയുന്ന എന്നെ പോലും CPIM-ഉം BJP-യും കോൺഗ്രസും ജനതാദൾ എസും എന്നെ ശത്രുവായി കാണാം. எதிரியை நம்புங்க. உங்கள் கூட இருக்கிற துரோகிகளை நம்பாதீங்க. കാരണം രാഷ്ട്രീയം ചെയ്യണം. ഇത് രാഷ്ട്രീയമല്ല, ഗുണ്ടായിസമാണ്. കാരണം ഈ പാർട്ടി, അതായത് ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി അവരുടെ ജനതാദൾ എന്നുള്ള പാർട്ടിയിൽ തന്നെ എത്രയോ നല്ലവരായ അണികളുണ്ട്, ചെറിയ നേതാക്കളുണ്ട്. അവരെല്ലാം 10ഉം 20ഉം കേസുകളാണ്. CPIM-ഓടും BJP-യോടും കോൺഗ്രസോടും ഏറ്റുമുട്ടി, പാർട്ടിക്ക് വേണ്ടി ഏറ്റുമുട്ടി കേസുകളും 10ഉം 20ഉം ലക്ഷം കടലിലുമാണ് ആ നേതാക്കൾ, പല നേതാക്കളും. പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ കൂടെയുള്ള ആ ഫസ്റ്റ് കോറിലുള്ള ഒരു 4-5 പേർ കോടികളാണ്, കോടികൾ. എന്ത് നീതിയാണ് ഇതിലുള്ളത്? ഒന്നുമില്ല. അതായത് കക്കുക, മുക്കുക, വീതിക്കുക, ന്യായീകരിക്കുക, റിപ്പീറ്റ്. കക്കുക, മുക്കുക, വീതിക്കുക, ന്യായീകരിക്കുക, റിപ്പീറ്റ്. കക്കുക, മുക്കുക, വീതിക്കുക, ന്യായീകരിക്കുക, റിപ്പീറ്റ്. എല്ലാം അടിമകളായി നിൽക്കുക. ഇപ്പോൾ ഈ വിഷയം കൈക്കൊള്ളുന്ന ചിറ്റൂരിൻ്റെ BJP-യിലും കോൺഗ്രസിലും ഉള്ള നേതാക്കൾ അറിയേണ്ടത്, നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർ ഇതിലുണ്ടല്ലോ. നിങ്ങൾ ഈ സെലിവൻ പോളിറ്റിക്സിനും സുധീഷിനും ഈ പ്രമോദ് അച്യുതനും കൂടെ ചേർന്നിട്ട് പറമ്പിക്കുളം ആളിയാർ പ്രശ്നം വരുമ്പോൾ തമിഴന്മാരിനെ തല്ലി ഓടിക്കും എന്നുള്ള വാചകവുമായി സൈലൻ്റായും പരോക്ഷമായും ഇവിടെ സമരങ്ങൾ ചെയ്യാറില്ലേ? സമരത്തിൻ്റെ പേര് സേവ് ചിറ്റൂർ എന്നാണ്. CPIM സഹോദരന്മാരോട് ഒരു അപേക്ഷയേ ഉള്ളൂ, ഒരു ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ ഭരിക്കുന്ന കേരളത്തിൽ നിന്നും ചിറ്റൂരിനെ സേവ് ചിറ്റൂർ എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നുമാണ് ചിറ്റൂരിനെ സേവ് ചെയ്യണം? നിങ്ങൾ ഭരിക്കുമ്പോൾ. അപ്പോൾ പകുതി വില തട്ടിപ്പിൽ കള്ളന്മാർ എന്നുള്ളവർ വ്യാപിച്ചു കിടക്കുകയാണ്. അവരവർക്ക് ആവശ്യം വരുന്ന ആളുകളെ മാത്രം ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. ദേശാഭിമാനിയിലാണ് ഞാൻ പറഞ്ഞാൽ ഈ സുധീഷ് പറയുന്ന വാക്കാണ്, ബഹുമാനപ്പെട്ട സുധീഷ് പറയുന്ന വാക്കാണ്. ഞാൻ പറഞ്ഞ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഏട്ടൻ വരച്ച വര കടക്കില്ല എന്നാണ്. സുരേഷ് ബാബു ഏട്ടനെ അവരെ കണ്ടല്ലോ, എന്താ നിങ്ങളുടെ ആളിങ്ങനെ പറയുന്നു പറഞ്ഞപ്പോൾ അതങ്ങനെ അവിടെ നിയമിച്ചു പോയി എന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ പാർട്ടി പ്രശ്നമായിരിക്കും. പക്ഷെ പൊതുസമൂഹത്തിന് ശല്യമാകരുത്. പൊതുസമൂഹത്തിനെ നശിപ്പിക്കാനുള്ള, ദുരന്തം സൃഷ്ടിക്കാനുള്ള ടീമിനെ നിങ്ങൾ എന്തു ചെയ്യും? ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി ജലക്കൊള്ളയാണ് നടത്തുന്നത്, ചെറുതല്ല, കോടികൾ. ഇനി വരുന്ന കേരളം കറണ്ട് ബില്ല് കെട്ടാനും വെള്ളക്കരം അടയ്ക്കാനും ലോൺ എടുക്കേണ്ട ഗതികേടിലെത്തും. അത്രയും ജലക്കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടി തന്നെയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഒരു ജലവർഷത്തിൽ 1 TMC വെള്ളത്തിന് 6 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് തമിഴ്നാടിന് വിൽക്കുന്നവരിവിടെ ഉണ്ട് പറഞ്ഞു. അത് JWR, ജോയിൻറ്റ് വാട്ടർ റെഗുലേഷൻ അതോറിറ്റിയാണ്. അതിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുകളാണ്.
അപ്പോൾ പിണറായി വിജയൻ അവർകൾ കോടികൾ കൈക്കൂലി വാങ്ങുന്ന ഒരു വകുപ്പിൻ്റെ തലവൻ എന്ന് ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി തന്നെ പറയുന്നു. എന്താ ചെയ്യാൻ? ഒരു ജലവർഷത്തിൽ 6 കോടി രൂപ എന്ന് വെച്ചാൽ ഒരു TMCക്ക് ഒരു ജലവർഷത്തിൽ ഏകദേശം 60 TMC എങ്കിലും നമ്മുടെ വെള്ളം ഫ്രീ ആയിട്ട് അവിടെ കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ഒരു വർഷം 360 കോടി. കഴിഞ്ഞ 10 വർഷത്തിൽ 3600 കോടിയാണ്. ഈ കണക്ക് നമ്മൾ ഉണ്ടാക്കിയതല്ല, ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞതനുസരിച്ചുള്ള കണക്കാണ്. 3600 കോടി അഴിമതിയാണ്, ജലക്കൊള്ള. പകുതി വില തട്ടിപ്പിൽ എങ്ങനെ ശിഷ്യന്മാർ ഉണ്ടോ അതേപോലെ ഈ രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം പിന്തിരിപ്പിച്ച് മിസ്ഗൈഡ് ചെയ്ത് ഓരോ നേതാവിനെയും മിസ്ഗൈഡ് ചെയ്ത് ശിഷ്യന്മാർ പകുതി വില തട്ടിപ്പിൽ 1000 കോടി മുക്കുമ്പോൾ കൃഷ്ണൻകുട്ടി അവർ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കൾ 3500 കോടി മുക്കും. ആരും ചോദിക്കാനില്ല, ആരും മിണ്ടില്ല. കാരണം പറമ്പിക്കുളം ആളിയാർ കരാറിനെ പുതുക്കണം എന്നോ പറമ്പിക്കുളം ആളിയാർ ജലത്തിന് വേണ്ടി എല്ലാ വർഷവും ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മേയിൽ സമരങ്ങൾ നടക്കാറുണ്ട്. ഇവിടെ സമരങ്ങളാണ്, അത് അവർക്കൊരു ചടങ്ങാണ്, എല്ലാ വർഷവും അത് നടത്തും. അത് ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി അവർ തന്നെ പറഞ്ഞ സ്പോൺസേഡ് സമരങ്ങളാണ്. ചെയ്യുന്നതാര്? CPIM-ൻ്റെ കുറച്ച് അനുഭാവികൾ. BJP ആണ് ചുക്കാൻ പിടിക്കുന്നത്, ജില്ലാ BJP, കോൺഗ്രസ്, ജനതാദൾ. ആർക്കെതിരെ? കൊഴിഞ്ഞാമ്പറ എരുത്തേമതി പഞ്ചായത്തുകൾക്കെതിരെ. അതെ, അവരവിടെ നിന്ന് വന്നവരാണ്, അവർക്ക് അവകാശമില്ല. പറമ്പിക്കുളം ആളിയാർ കരാറിൽ കരാർ എന്താണെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒറിജിനൽ കരാറിൻ്റെ പകർപ്പ് കണ്ടിട്ടുണ്ടോ? ഇതാണ് ഒറിജിനൽ കരാർ. പറമ്പിക്കുളം ആളിയാർ കരാറിൻ്റെ ഒറിജിനൽ കരാറിൻ്റെ പകർപ്പ് കണ്ടിട്ടുണ്ടോ? കോപ്പി. ഇതാണ് ആ കരാർ. വെറുതെ ഘോരഘോരം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഈ കരാറിലെ 7.25 TMC ആണ്. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ 30 TMC തമിഴ്നാടിനും 12 സംതിങ് TMC ചാലക്കുടി പുഴയ്ക്കും 7.25 TMC ചിറ്റൂർ പുഴയ്ക്കുമാണ്. ചിറ്റൂർ പുഴയിൽ വരുന്ന 7.25 TMC ആർക്കാണ്? 20,000 ഏക്കർക്കാണ്. എവിടെയുള്ള 20,000 ഏക്കർ? എരുത്തേമ്പതി, കൊഴിഞ്ഞാമ്പറ, വടകരപ്പതി, നല്ലേപ്പള്ളി, പെരുമാട്ടി, പട്ടഞ്ചേരി, ചിറ്റൂർ, തത്തമംഗലം മുനിസിപ്പാലിറ്റി. 6 ഗ്രാമപഞ്ചായത്തിനും ഒരു മുനിസിപ്പാലിറ്റിക്ക് മാത്രമുള്ളതാണ് ഈ 7.25 TMC. കാരണം പറമ്പിക്കുളം കെട്ടിയത് കൊച്ചിയിലാണ്, തിരുക്കൊച്ചിയിലാണ്, കൊച്ചിക്കുടിയാണ്. ഇവിടെ ഈ 6 ഗ്രാമപഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും തിരുക്കൊച്ചിയാണ്. 7.25 TMC ആണ് പറമ്പിക്കുളം ആളിയാറിൽ ചിറ്റൂർ പുഴയ്ക്ക് അവകാശപ്പെട്ടത് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട സഹോദരനാണെങ്കിലും, CPIM-ഓ BJP-യോ കോൺഗ്രസോ ജനതാദളാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും അവർ ചെയ്യുന്നത് ക്രൈമാണ്. നമുക്ക് അവകാശപ്പെട്ടത് 7.25 അല്ല, 7.25 അവകാശപ്പെട്ടത് എന്ന് പറയുകയാണെങ്കിൽ അത് ഇവിടെ ഭാഷാവിദ്വേഷവും നമ്മുടെ ഇന്ത്യയുടെ പരമോന്നതയെ വെല്ലുവിളിക്കുന്ന പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതാണ് 7.25 TMC. നമുക്ക് അവകാശപ്പെട്ടത് 14 TMC ആണ്. അതും നമ്മുടെ അഡോക് കമ്മിറ്റിയും അസംബ്ലി കമ്മിറ്റിയും കണ്ടെത്തി 14 TMC ആണ് നമുക്ക് അവകാശപ്പെട്ടതെന്ന്. അത് നേടിയെടുക്കാൻ കഴിവില്ലാത്തവർ ഈ പകുതി വില തട്ടിപ്പിനും പറമ്പിക്കുളം ആളിയാർ കരാർ പുതുക്കാനുള്ള തട്ടിപ്പുകളും മറച്ചു വെക്കാൻ ഇങ്ങനെയുള്ള സെലിവൻ പോളിറ്റിക്സ്, അതായത് പൊളിറ്റിക്സ്, ചിറ്റൂരിൻ്റെ പൊളിറ്റിക്സ് കൈക്കൊള്ളുന്ന ആളാണ് സെലിവിനെ പോലുള്ള. ദേശാഭിമാനിയിൽ നുളഞ്ഞു കയറി നിങ്ങൾക്ക് പേരുദോഷമുണ്ടാക്കാനായിരിക്കും. സുധീഷിനെ പോലെ, പ്രമോദ് അച്യുതനെ പോലുള്ളവരെ ഉപയോഗിച്ച് സേവ് ചിറ്റൂർ എന്നുള്ള സംഘടനകൾ രൂപീകരിച്ച് പ്രശ്നങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച്, യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ പിന്തിരിപ്പിച്ച് തമിഴന്മാരിനെ തല്ലി ഓടിക്കുമെന്ന് വെല്ലുവിളിക്കുന്നത് ശരിയാണോ? പറയണം. കാരണം ഇപ്പം നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ജാതകം, എന്നെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങുമല്ലോ. ഇവനാരത് പറയാൻ? ഇവനെന്ത് രാഷ്ട്രീയം? വ്യക്തമായ രാഷ്ട്രീയമുള്ള വ്യക്തികളാണ് നമ്മൾ, കൃത്യമായിട്ട് രാഷ്ട്രീയമുള്ള വ്യക്തികളാണ്. ഈ മണ്ണ് കണ്ട ഏറ്റവും വലിയ നേതാവ്, ചിറ്റൂരിൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ കേരള ചരിത്രം പോലും പൂർത്തിയാകില്ല. ബഹുമാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി, 4 തവണ MLA ആയിരുന്ന മഹത് വ്യക്തി KA ശിവരാമഭാരതിയുടെ പിൻഗാമികളാണ്, പിൻതലമുറക്കാരാണ് ഞങ്ങളുടെ മുത്തച്ഛന്മാർ ഉൾപ്പെടെയുള്ള ഞങ്ങൾ സോഷ്യലിസ്റ്റുകളാണ്. പക്ഷേ കഴിഞ്ഞ 20 വർഷം CPIM, കോൺഗ്രസ്, ദൾ, BJP ഉൾപ്പെടെ എല്ലാ പാർട്ടികളും പ്രതിപക്ഷമായി ഇരിക്കുമ്പോൾ സഹകരിച്ചിട്ടുണ്ട്. ജനാധിപത്യം വിശ്വസിക്കുന്നവരാണ്. പ്രതിപക്ഷമായിരിക്കുമ്പോൾ ഇപ്പോൾ സെലിവൻ പൊളിറ്റിക്സ് എന്നുള്ള പ്രതികരണ വേദിയുടെയും NGO കോൺഫെഡറേഷൻ്റെയും തലവനായ, ചിറ്റൂർ താലൂക്കിൻ്റെ തലവനായ സെലിവൻ പൊളിറ്റിക്സിനെ പോലെ, ദേശാഭിമാനിയുടെ ആധികാരിക ലേഖകനായ സുധീഷിനെ പോലെ, ആഗോള പത്രപ്രവർത്തകനായ പ്രമോദ് അച്യുതനെ പോലെ ആര് ഭരിക്കുന്നോ അവരുടെ കൂടെ നിന്ന് ശീലിച്ചവരല്ല. ആര് ഭരണത്തിലുണ്ടോ ആ ഭരണത്തിലുള്ളവരെ കൂടെ നിൽക്കുക, എന്തെങ്കിലും തിന്നാൻ കിട്ടും പറഞ്ഞ്. അങ്ങനെ നിന്നിട്ടുള്ള ആളുകളെല്ലാം നമ്മൾ അറിയാം, പരിശോധിക്കണം. കഴിഞ്ഞ 20 വർഷ ചരിത്രം എല്ലാ കാലത്തും പ്രതിപക്ഷ നിരയിലാണ് എന്നെപ്പോലുള്ളവർ.
ഞങ്ങളെപ്പോലുള്ളവർ പ്രതിപക്ഷ നിരയിലാണ്. ശ്രദ്ധിക്കണം, പരിശോധിക്കണം. എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് ഏത് സമയത്തും ഏതു കാലത്തും ആര് ഭരിക്കുന്നു ആ ഭരണപക്ഷ ആളുകളോട് ചേർന്ന് നിൽക്കുക. അതെ, ബഹുമാനപ്പെട്ട മുൻ MLA അച്യുതൻ അവർ MLA ആയിരിക്കുമ്പോൾ ഇപ്പോൾ കൃഷ്ണൻകുട്ടി അവരുടെ കൂടെ കാണുന്ന പലരും അച്യുതൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അധികാരമുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ. ഇനി അധികാരം ആളിൻ്റെ കൈമാറുകയാണെങ്കിൽ അവിടെ എത്തും. ഇത് പറയാൻ കാരണം 2017 ജില്ലാ സെക്രട്ടറി പോലും ആകാത്ത ബഹുമാനപ്പെട്ട സുരേഷ് ബാബു അവർക്ക് എതിരെ പ്രചരണം നടത്തിയ അതേ വ്യക്തി അപ്പോൾ കൃഷ്ണൻകുട്ടി അവർ MLA ആയിരുന്നു, അവിടെയായിരുന്നു. ഇത് സ്വാഭാവികമാണ്. അവരവർ കാര്യങ്ങൾ നേടിയെടുക്കാൻ എല്ലാവരെയും ഉപയോഗപ്പെടുത്തുന്നു. അത് അവരുടെ വ്യക്തിപരമായുള്ള കച്ചവടം. അത് ചെയ്തോട്ടെ, അത് തടയാൻ നമ്മൾ ആരുമല്ല. പക്ഷേ പകുതി വില തട്ടിപ്പിൽ ഇത്രയും ആയിരങ്ങളുടെ പണം തട്ടിയെടുത്ത ഈ കുറ്റകൃത്യത്തിൽ ഇവരെ ഒന്നും ശിക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല, ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം BJP നേതാക്കളാകട്ടെ, CPM നേതാക്കളാകട്ടെ, ചിലർ കോൺഗ്രസ് നേതാക്കളാകട്ടെ, ജനതാദളിലുള്ള പലരും ഈ ടീമിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ CPIM-ലും കോൺഗ്രസിലും BJP-യിലും ജനതാദൾ S-ലും എത്രയോ നല്ല അനുഭാവികളും നേതാക്കളും ഉണ്ട്. നിങ്ങളിത് മനസ്സിലാക്കിയോ? നെല്ലേപ്പള്ളിയിൽ ഉണ്ടായിരുന്ന ആ ധൈര്യമായിട്ട് ആ വാക്ക് പറഞ്ഞ നമ്മുടെ സഹോദരി ഉഷ ചേച്ചിയുടെ ധൈര്യം ഇവിടെ വരണം. കാരണം നിങ്ങളുടെ പാർട്ടിയായിരിക്കാം, രാഷ്ട്രീയത്തെക്കാളും രാഷ്ട്രമാണ് വലുത്. നിങ്ങൾ മുന്നിൽ സംസാരിക്കുന്ന എനിക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അത് സോഷ്യലിസമാണ്. എന്നെപ്പോലുള്ള ആളുകളും പ്രത്യേകം ഞാനും ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലെ കലാലയ രാഷ്ട്രീയത്തിലൂടെ വന്ന ആൾ തന്നെയാണ്. ബഹുമാനപ്പെട്ട സുരേഷ് ബാബു അവர்களോട് ഒറ്റൊരു അപേക്ഷയേ ഉള്ളൂ. പാലക്കാട് ഇലക്ഷൻ സമയത്ത് ബൈ ഇലക്ഷൻ നടന്നു 4 മാസം മുമ്പ്. നിങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവരെ വെല്ലുവിളിച്ചു. പാർട്ടി തീരുമാനിച്ചാൽ VD സതീശൻ പാലക്കാട് കാലുകുത്തില്ല എന്ന്. അങ്ങനെ വെല്ലുവിളിക്കാം, അവർ താങ്ങാനുള്ള ശേഷിയുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന അതേ വാചകം ഞങ്ങളെപ്പോലുള്ളവരോട് നിങ്ങളുടെ ദേശാഭിമാനിയുടെ ലേഖകനും BJP-യും കോൺഗ്രസും ജനതാദളും ചേർന്ന് ടീമുണ്ടാക്കി എരുത്തേമ്പതിക്കാരൻ വണ്ണാമടക്കാരൻ എന്തിനാടാ ചിറ്റൂർ വരുന്നു എന്ന് വെല്ലുവിളിച്ചാൽ താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. ഇത് നിങ്ങളുടെ CPM-ൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ അല്ല. എരുത്തേമ്പതിയിലുള്ള പഞ്ചായത്തിലുള്ള വണ്ണാമടക്കാരൻ ചിറ്റൂർ വരാൻ പാടില്ലേ? എന്താ പറയുന്നത്? നിങ്ങളുടെ ചിറ്റൂർ തത്തംകുളം മുനിസിപ്പാലിറ്റിയുടെ ഒരു കൗൺസിലർ നമ്മുടെ ബഹുമാനപ്പെട്ട സുധീഷ്, ദേശാഭിമാനിയുടെ സുധീഷ് പറഞ്ഞത് ഉത്തരവനുസരിച്ച് ഭീഷണിപ്പെടുത്താൻ പറ്റുകയും. നിന്നെക്കുറിച്ചൊക്കെ ചരിത്രം അറിയാം. എരുത്തേമ്പതി വണ്ണാമടക്കാരൻ എന്തിനാ ചിറ്റൂർ വന്നു? എന്താണ് നിങ്ങൾ പറയണ്ടേ? അപ്പം നിങ്ങളുടെ ശിഷ്യന്മാരിനെ പഠിപ്പിക്കുക ചരിത്രം എന്താണ്. ആരോടും ദേഷ്യമില്ല. ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പുള്ള സുരക്ഷാ മുൻകരുതലാണ്. കൃത്യമായി പറഞ്ഞാൽ കുറ്റവാളികൾ ആരാണെങ്കിലും അവരവരുടെ രാഷ്ട്രീയ സംഘടനകളിൽ നിന്നും കുറച്ച് അകറ്റി നിർത്തുക. കാരണം ഇനിയും ജനങ്ങൾ പറ്റിക്കപ്പെടാൻ കാത്തിരിക്കുന്നു. പാവങ്ങളാണത്. കാരണം അവർക്കുള്ള വിശ്വസ്തത, കാരണം എന്നെപ്പോലുള്ള ഞങ്ങളുടെ സംഘടന കൊല്ലങ്കോട് 2023 ഡിസംബർ 10 അവിടെ പോയി പ്രശ്നമുണ്ടാക്കി. ഇത് തെറ്റാണ്, ഇങ്ങനെ ഒരു CSR ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചില്ല. കാരണം ഞങ്ങളൊക്കെ ആര്? തമിഴന്മാർ, മണ്ടന്മാർ, എന്ത് വിവരമാണ് ഞങ്ങൾക്കുള്ളത്? അങ്ങനെയല്ലേ നിങ്ങൾ പറയാറുള്ളത്. പക്ഷേ ബഹുമാനപ്പെട്ട MLA ബാബു അവർ, ബഹുമാനപ്പെട്ട ചിറ്റൂർ തത്തംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ കവിത അവർ, ബഹുമാനപ്പെട്ട പഴയ പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോൾ PSC അംഗവുമായ ഋഷ പ്രേംകുമാർ അവർ, ഇങ്ങനെയുള്ളവരൊക്കെ മുന്നിൽ നിർത്തി ഇവരുടെ കൂടെയൊക്കെ നിന്ന് ഈ ഫംഗ്ഷനുകൾ, ഈ NGO കോൺഫെഡറേഷൻ്റെ ഫംഗ്ഷനുകൾ പോലെ ഇനിയും ഇവർ മുന്നിട്ട് വന്ന് നടത്തും. കാരണം ഇവരൊക്കെ ഇപ്പോഴും സേഫാണ്. ആ വിശ്വസ്തത കൊണ്ട്, വിശ്വസ്തതയ്ക്ക് വേണ്ടി ഇതൊന്നും അറിയാതെ ഇവർ നിന്നു തരും. കോടികൾ അഴിമതി. ജലം എന്ന് വെച്ചാൽ ജീവനാണ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. ജലം ജീവനാണ്, അല്ല ജലം പണമാണ്. ഒരു TMC എന്ന് വെച്ചാൽ 20 രൂപയ്ക്ക് അടച്ച് കുപ്പിയിൽ വിറ്റാൽ, 20 രൂപയ്ക്ക് വിൽക്കുന്ന കുപ്പിയിൽ അടച്ച് വിറ്റാൽ ഒരു TMC വെള്ളം 56 കോടി രൂപയാണ് എന്ന് വെച്ചാൽ അതോട് തീരുന്നില്ല. ആ ജലം കൊണ്ട് ജലവൈദ്യുതി ഉണ്ടാക്കും. അതിൽ വരുന്ന കോടികൾ പിന്നെയും. ഇന്ന് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി മാസം 20-ാം തീയതി 2025 മുഖ്യധാരാ ചാനലുകളിൽ അനേർട്ട് സോളാർ കറണ്ട് ഉൽപ്പാദനം, ആ ഇൻസ്റ്റാലേഷനിൽ കോടികൾ അഴിമതി എന്ന് പറയുന്നു. ഒരു TMC വെള്ളം 56 കോടി രൂപ വെള്ളം മാത്രമാണ്. അതുവഴി ഉണ്ടാക്കുന്ന ജലവൈദ്യുതി വഴി ഏറ്റവും കൂടുതൽ ഇനിയും കോടികൾ, കണക്കില്ലാത്ത കോടികളാണ്. ഇത് പറയാൻ കാരണം ഇപ്പോഴും CPIM, BJP, കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ശ്രദ്ധിക്കണം. പിന്നെ ജനതാദൾ
ഈ 4 പാർട്ടിയും കൂട്ടായി എടുത്ത തീരുമാനമാണ്. പറമ്പിക്കുളം മാളിയാർ പ്രശ്നം വരുമ്പോൾ സ്പോൺസേഡ് സമരങ്ങൾ 70 വർഷമായില്ലേ? നിങ്ങളെ കൊണ്ട് കരാർ പുതുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പാതിവില തട്ടിപ്പിനേക്കാളും ഓരോ മാർച്ച് മാസവും നിങ്ങൾ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ? കുടിവെള്ളത്തിന് കേടുകയല്ലേ? ഇത് ചിറ്റൂരിൻ്റെ പ്രാദേശിക പ്രശ്നം മാത്രമാണോ? ഭാരതപ്പുഴയുടെ പ്രശ്നമല്ലേ? ഇത് പറയുമ്പോൾ ഒരു ഊരിനെക്കുറിച്ച്, ഒരു സ്ഥലത്തെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്നത്. കാരണം BJPയും CPMും കോൺഗ്രസും ജനതാദളും ഒന്നാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഇവനിങ്ങനെ പറയുന്നു എന്ന് പറയാം. സത്യമാണ്. അതായത് നല്ലേപ്പള്ളിയിലുള്ള കോപ്പറേറ്റീവ് ബാങ്കിൽ ജനതാദൾ എസും കോൺഗ്രസും ഒന്നിച്ചായിരിക്കും. കൊഴിഞ്ഞാമ്പ്ര പാൽ സൊസൈറ്റിയിൽ CPMും കോൺഗ്രസും BJPയും ഒന്നിച്ചാണ് ഭരിക്കുന്നത്. മുതലമട ഗ്രാമപഞ്ചായത്തിൽ CPMിൻ്റെ ഭരണം നിലനിർത്താൻ BJP വോട്ട് ചെയ്യണമെന്ന് ജില്ലാ BJP തീരുമാനിച്ചു. അത് അനുസരിക്കാത്ത 3 BJP മെമ്പർമാരെ സസ്പെൻഡ് ചെയ്തു. അത്രയും കൂട്ടുകച്ചവടമാണ്. അതെ, കൂട്ടുകച്ചവടമാണ്. ഇപ്പോഴും നിങ്ങൾ വ്യക്തിപരമായിട്ട് CPM നേതാക്കളും BJP നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ജനതാദൾ എസ് നേതാക്കളും കച്ചവടങ്ങളിലായിരിക്കാം, തമിഴ്നാട്ടിലും എവിടെയെല്ലാം. അതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷെ പാവം ജനങ്ങളെ പറ്റിക്കരുത്. നിങ്ങളുടെ അണികളെയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കേസുകൾ നേടിയും നിങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിച്ച് പൈസ ചെലവാക്കി നടക്കുന്ന അണികളെയും പറ്റിക്കരുത്. കാരണം ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ട്. പ്രകൃതി അത്രയും വലുതാണ്. ഇത് പറയുന്ന എന്നെ പോലുള്ളവർ ലക്ഷങ്ങൾ ജീവിക്കുന്ന തമിഴന്മാർ ജീവിക്കുന്ന ഈ ചിറ്റൂരിലെ ഞങ്ങളാരും വരത്തന്മാരല്ല. നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ നുഴഞ്ഞു കയറിയിട്ടുള്ള ഈ കീടങ്ങളെ മാറ്റി നിർത്തണം. അതുപോലെ BJPയിലുള്ള നേതാക്കൾ നിങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ നുഴഞ്ഞു കയറിയിട്ടുള്ള കീടങ്ങളെ മാറ്റി നിർത്തണം. കോൺഗ്രസിലുള്ള കീടങ്ങളെ മാറ്റി നിർത്തണം. ജനതാദൾ എസിലുള്ള ആ കൂട്ടായ്മയിലുള്ളവരെ ഈ കീടങ്ങളെ മാറ്റി നിർത്തണം. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള പേരിൽ വിഘടനവാദവും ഗുണ്ടായുസവും തീവ്രവാദവും ചെയ്യാൻ പാടില്ല. ബഹുമാനപ്പെട്ട സുരേഷ് ബാബു അവർ കഴിഞ്ഞ പാലക്കാട് നടന്ന ബൈ ഇലക്ഷനിൽ പറഞ്ഞൊരു വാക്കാണ്, ശരിനാണ് ശരി. അതെ, 4 മാസം മുമ്പ് നിങ്ങൾക്ക് ശരിനാണ് ശരി, ഇപ്പോൾ സുധീഷാണ് ശരി, നാളെ അരുണാണ് ശരി, മറ്റന്നാളെ ഇനി ഒരാളുടെ പേരായിരിക്കും. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. വ്യക്തികളുടെ ബാക്കിൽ പോകുന്ന സ്തുതി പാടുന്ന ആളുകളല്ല. അത് അപേക്ഷയാണ്. മൊത്തത്തിൽ തമിഴന്മാരിനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല. കാരണം കൊഴിഞ്ഞാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട സതീഷ് അവർ നിങ്ങളുടെ പാർട്ടിയാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിൽ മാറി നിൽക്കുകയാണ്. നിങ്ങൾ പുറത്താക്കുകയില്ലയോ അതൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ വിഷയമാണ്. നിങ്ങൾ വിട്ടുനിന്നതിന് ശേഷം അഭിപ്രായ വ്യത്യാസം വന്നതിന് ശേഷം സതീഷ് അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ ഉൾപ്പെടെ അവരുടെ ഭാഗങ്ങളിലുള്ള പലരും സ്പിരിറ്റ് കടത്തി പിടിക്കപ്പെട്ടു. ഒറ്റ ചോദ്യമേ ഉള്ളൂ, കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ പിടിക്കപ്പെടുന്ന സ്പിരിറ്റ് കേസുകളിൽ 5-ാം മൈൽ ബഹുമാനപ്പെട്ട കണ്ണൻ വാസു ഉൾപ്പെടെ CPIMൻ്റെ സുരേഷ് ബാബു അണ്ണ നിങ്ങളുടെ കൂടെ ഉള്ളവരും അല്ലേ? നിങ്ങളുടെ കൂടെ ഉള്ളവരും മുല്ലപ്പൂ കച്ചവടമാണോ ചെയ്യുന്നത്? അവരും പലരും സ്പിരിറ്റ് കച്ചവടം ചെയ്യുന്നില്ലേ? ഇത് പറയാൻ കാരണം ആരാണോ ഭരിക്കുന്നത് അവർ സ്പിരിറ്റും കള്ളും ചെയ്യുന്നത് ചിറ്റൂരിൻ്റെ ഗതികേടാണ്. ഭരണമുള്ളവർ ചെയ്യും. കോൺഗ്രസ് ഭരണമുള്ളപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു കള്ള് ഷോപ്പുകളും കള്ളും സ്പിരിറ്റും. അപ്പോൾ അവർക്ക് ഭരണമില്ല, നിങ്ങളുടെ കയ്യിലാണ് ഭരണം. അത്രയേ ഉള്ളൂ. ഇതെല്ലാവർക്കും അറിഞ്ഞതല്ലേ? പക്ഷേ വണ്ണാമടയിൽ സ്പിരിറ്റ് ഉണ്ടായി പറഞ്ഞ് പാലക്കാട് പോയി പറഞ്ഞു. നിങ്ങൾ പാലക്കാട്ടിൽ പോയി പറഞ്ഞു. അപ്പോൾ പാലക്കാട്ടിലുള്ളവരെല്ലാം വണ്ണാമടയിൽ നിന്നും വരുന്ന സ്പിരിറ്റ് വാങ്ങി കുടിച്ചിട്ട് വോട്ട് ചെയ്യാനുള്ളവരാണോ? പാലക്കാട്ടിൽ അത്ര മോശം ആൾക്കാരാണോ? അതവർ ഇലക്ഷൻ റിസൾട്ടിൽ അവർ പറഞ്ഞു. അതിനുള്ള ഉത്തരം. പക്ഷേ വണ്ണാമട എന്ന് പറഞ്ഞ സ്ഥലം സ്പിരിറ്റ് ഉണ്ടാക്കുന്ന സ്ഥലമാണോ? തൃശ്ശൂരിലും കോട്ടയത്തും കൊല്ലത്തും പോയാൽ വണ്ണാമട എന്ന് പറഞ്ഞാൽ അവിടെ സ്പിരിറ്റ് ഉണ്ടാക്കുന്ന സ്ഥലം എന്ന് ഒരു സ്ഥലത്തിന് എന്തിനാ പേര് മോശമാക്കിയത്? നിങ്ങളുടെ ജില്ലാ സമ്മേളനം, CPIMൻ്റെ ജില്ലാ സമ്മേളനം തത്തമംഗലത്ത് വെച്ച് നടന്ന ജില്ലാ സമ്മേളനത്തിൽ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന പാൽ സൊസൈറ്റികളും കോപ്പറേറ്റീവ് ബാങ്കുകളും ലക്ഷങ്ങളാണ് ഡൊണേഷൻ കൊടുത്തത്. അത് നിങ്ങളുടെ കഴിവ്. അവരെല്ലാം തമിഴന്മാരാണ്. നിങ്ങളുടെ കൂടെയും വണ്ണാമടയിലും എരുത്തേമ്പതിയിലും കൊഴിഞ്ഞാമ്പാറയിലും എല്ലാം കുറച്ച് തമിഴന്മാർ പാർട്ടിയിലുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ കേട്ട് നടക്കുന്ന ആളുകളായിട്ട് സാഹചര്യങ്ങളാണ്. അതിൽ ചിലർ CPIMലുള്ള തമിഴന്മാർ തന്നെ സ്പിരിറ്റ് കച്ചവടം ചെയ്യുന്നുണ്ട്, കള്ള് കച്ചവടം ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ തമിഴരെയും കാണരുത്. തമിഴന്മാരെന്ന് വെച്ചാൽ പല കർഷകരും നിങ്ങൾ പുറത്ത് കാണുമ്പോൾ നല്ല ഉടുപ്പിട്ട് കാറിൽ വരുന്ന കർഷകരെ കാണാം. നിങ്ങൾ തമിഴന്മാരാണ്. വെള്ളാള കൗണ്ടറും വേട്ടുവ കൗണ്ടറും ചെട്ടിയാറും മുതലിയാറും പിള്ളയും നാടാരും നാക്യരും പല ജാതിയിൽപ്പെട്ട മാതൃഭാഷ തമിഴായുള്ളവരെല്ലാം അവരെല്ലാം തീറ്റപ്പുല്ല് കൃഷി ചെയ്ത് പശു വളർത്തി പാലുൽപ്പാദിപ്പിച്ച് അവർ ആ ചാണകത്തിലും പശുവിൻ്റെ മൂത്രത്തിലും കിടന്ന് ഉരുണ്ട് അധ്വാനിക്കുന്ന സമൂഹമാണ്. എല്ലാവരും സ്പിരിറ്റ് കച്ചവടക്കാരല്ല. വണ്ണാമട പറഞ്ഞ എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്ത് പറഞ്ഞ സ്പിരിറ്റ് കച്ചവടക്കാരല്ല. അവരുണ്ടാക്കിയ പണം കോൺഗ്രസ് ഭരിക്കുന്ന ചെറിയ പാൽ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിലോ അഴിമതി നടന്നത് മറച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടാകാം.
നിങ്ങൾ ഒത്തുതീർപ്പ് ചെയ്തതിനെ പ്രത്യുപകാരമായി ലക്ഷങ്ങൾ നിങ്ങൾ ഡൊണേഷൻ വാങ്ങുമായിരിക്കും. അതുകൊണ്ട് ആ സൊസൈറ്റികളിലുള്ള നേതാക്കളല്ല ഇവിടെയുള്ള തമിഴന്മാർ. ഇവിടെയുള്ള തമിഴന്മാർ ഇപ്പോൾ പറഞ്ഞ ഈ ജാതിയിൽപ്പെട്ടവരെല്ലാം അധ്വാനിക്കുന്ന സമൂഹമാണ്. അവരെ എല്ലാം ഒറ്റ വാക്കിൽ വണ്ണാമടയിൽ സ്പിരിറ്റ് ഉണ്ടായി എന്ന് അവഹേളിക്കുന്നത്. അങ്ങനെ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഈ ശിഷ്യന്മാർക്ക്, ദേശാഭിമാനിയുടെ ലേഖകനായ സുധീഷ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർക്ക് ധൈര്യമേഹി എന്നാണ് പറയണം. തമിഴന്മാരനെ തല്ലി ഓടിക്കും എന്ന് പറഞ്ഞത് കേൾക്കാൻ തുടങ്ങി 6 വർഷമായി, മടുത്തു. പക്ഷെ പുറത്ത് കാണുമ്പോൾ എല്ലാം മാന്യന്മാരാണ്. കാരണം അണികളെ വെച്ചിട്ടുണ്ട്. ഇവിടെ ടീമുണ്ടല്ലോ. പകുതി വില തട്ടിപ്പും പറമ്പിക്കുളം ആളിയാർ കരാർ തട്ടിപ്പിനും എല്ലാത്തിനും എതിർ ശബ്ദം, ജനാധിപത്യപരമായിട്ട് എതിർ ശബ്ദം ആരെങ്കിലും പറഞ്ഞാൽ അത് തല്ലി ഓടിപ്പിക്കാനുള്ള CPIM, BJP, കോൺഗ്രസ്, ജനതാദൾ എസ് 4 പാർട്ടിയിലും ഉൾപ്പെട്ട ഇങ്ങനെയുള്ള ടീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നിയന്ത്രിച്ചോളും. അത് ശരിയാണോ? ഈ മണ്ണ് യഥാർത്ഥ കേരളീയരാണ് ഞങ്ങൾ. ഈ കേരളത്തിൻ്റെയും നമ്മുടെ മലയാളികളുടെയും കേരളീയർ ഓരോരുത്തരുടെയും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരാണ്. കലാലയ രാഷ്ട്രീയത്തിലും ചിറ്റൂർ കോളേജ് വഴി കടന്നു വന്നതാണ്. നിങ്ങളുടെ സൂപ്പർ ജൂനിയറാണ്, അറിയാമല്ലോ. കാരണം നിങ്ങൾക്ക് അധികാരമുണ്ട്. അധികാരം ഇല്ലാതപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളല്ല ഇപ്പം നിങ്ങളുടെ കൂടെ ഉള്ളത്. ഈ 4 പാർട്ടിയിൽപ്പെട്ട നല്ല സഹോദരന്മാർ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വന്തം പാർട്ടിയെ നന്നാക്കുക. അത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ പാവങ്ങൾ വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടും. അത് പകുതി വില തട്ടിപ്പിലാണെങ്കിലും പറമ്പിക്കുളം ആളിയാർ കരാർ പുതുക്കൽ എന്നുള്ള തട്ടിപ്പിലാണെങ്കിലും ഒറിജിനൽ കരാർ എന്താണ് പറയുന്നത് എന്നുള്ള വിഷയങ്ങളുമായി ഇനിയും ഒരു എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും. CPIMലുള്ള സഹോദരന്മാർ മുസ്റ്റുചുരുട്ടി ആകാശത്ത് നോക്കി ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന ആ വീരം, അത് നിങ്ങൾ BJPക്കാരോടും കോൺഗ്രസ്സുകാരോടും ജനതാദൾ എസ്സുകാരോടും കാണിക്കണം. അല്ലാതെ ഞങ്ങളെപ്പോലുള്ള ജനാധിപത്യത്തിനെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ മുൻകരുതൽ സുരക്ഷയ്ക്ക് വേണ്ടി പറയുന്നവരോട് ഞങ്ങളോട് കാണിക്കണ്ട. ബോലോ ഭാരത് മാതാ കി ജയ് എന്ന് ആകാശത്ത് നോക്കി വിളിക്കുന്ന ഓരോ BJP സഹോദരനും അത് നിങ്ങൾ അടവ് രാഷ്ട്രീയം, നാടക രാഷ്ട്രീയം കളിക്കുന്ന CPIMനോടും കോൺഗ്രസിനോടും ജനതാദൾ എസ്സോടും പറയുക. അല്ലാതെ ഞങ്ങളെപ്പോലുള്ള ജനങ്ങളോട് കാണിക്കേണ്ട. അതുപോലെ ജനതാദൾ എസ്സും കോൺഗ്രസ് ഒരു വിഷയത്തിന് തയ്യാറാകണം. ജനതാദൾ എസ്സോട് ചേർന്ന് ഭരിക്കുന്ന പാൽ സൊസൈറ്റികൾ പിരിച്ചുവിടുവോ? പിന്നെ എങ്ങനെ നിങ്ങൾ കൃഷ്ണൻകുട്ടി അവர்களോട് യുദ്ധം നേരിടും? കൃഷ്ണൻകുട്ടി അവர்களോട് അഴിമതി പുറത്തു കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ജനതാദളിലല്ലോ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് 2 വിഷയം. 1, ഒരു നേതാവ്, ഒരു വ്യക്തി ഏത് പാർട്ടിയിൽ വേണമെങ്കിലും പോകാം, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഒരു പാർട്ടി ഏത് മുന്നണിയിൽ വേണമെങ്കിലും പോകാം, അത് ആ പാർട്ടിയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി അവർ ഒരേ സമയത്ത് ജനതാദൾ എസ് എന്ന് പറയുന്നു, BJP മുന്നണിയിലുമുണ്ട്, കേന്ദ്രത്തിൽ LDFലും ഉണ്ട്, UDFലും ഉണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ കേരള നിയമസഭാ സ്പീക്കർ AN ശംസീർ അവർ കൊടുത്ത കത്താണിത്. ഇപ്പോൾ കൃഷ്ണൻകുട്ടി അവர்களுം മാത്യു T തോമസ് അവர்களுം അംഗം വഹിക്കുന്ന പാർട്ടി ജനതാദൾ എസ് ആണ്. അവർ BJPയിലും അംഗം വഹിക്കുന്നു. ഒരേ സമയത്ത് 3 പാർട്ടിയിലും ഉള്ളതുകൊണ്ട് ഒരാളും ഈ അഴിമതികളെക്കുറിച്ച് പറയില്ല. അപ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി ഈ മണ്ണിനെയും മക്കളെയും കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സുരക്ഷാ മുൻകരുതലുകൾ പ്രവർത്തികൾ ഇനിയും തുടരും. കാരണം ഞങ്ങളാരും പാർട്ടിക്കാരുടെ മക്കളല്ല, പട്ടാളക്കാരുടെ മക്കളാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തമിഴന്മാരിനെ തല്ലി ഓടിക്കും എന്ന് നിങ്ങൾ മുദ്രാവാക്യം വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അത് CPM സഹോദരനാണെങ്കിലും BJP സഹോദരനാണെങ്കിലും കോൺഗ്രസ് സഹോദരനാണെങ്കിലും ജനതാദൾ എസ് സഹോദരനാണെങ്കിലും സഹോദരന്മാരെ തല്ലി ഓടിക്കാൻ സാധ്യമല്ല. തല്ലി കൊന്നാൽ ചാവുമായിരിക്കും. നിങ്ങൾക്ക് ഡയലോഗ് ഉണ്ടല്ലോ, തോൽപ്പിക്കാൻ കഴിയില്ല, കൊല്ലാൻ കഴിയും. ഇങ്ങനെ കുറേ ഡയലോഗ് എല്ലാ പാർട്ടിക്കാരും വെച്ചിട്ടുണ്ടല്ലോ, രക്തസാക്ഷി, ബലിദാനിനൊക്കെ. ഈ മണ്ണിനും മക്കൾക്കും വേണ്ടി തല്ലിയാൽ കൊണ്ട് ചാകും. അത് ജനാധിപത്യമാണ്, അത് അഹിംസയാണ്. അതാണ് നമ്മുടെ ആത്മാവ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആത്മാവ്, ദൈവികം എന്ന് പറയുന്നത് ജനങ്ങളെ സംരക്ഷിക്കലാണ്. അല്ലാതെ ഞങ്ങളെപ്പോലുള്ള ജനങ്ങളെ തല്ലി ഓടിക്കും എന്ന് പറയുന്ന ഗുണ്ടായിസം ജനാധിപത്യമല്ല, രാഷ്ട്രീയമല്ല. അതായത് ജനങ്ങളെ സംരക്ഷിക്കുന്നവരാണ് നേതാക്കൾ. സ്വന്തം പാർട്ടിയിലുള്ള അണികളെ ആദ്യം നിയന്ത്രിക്കാൻ അറിയണം. അത് എല്ലാ പാർട്ടിയും കൈക്കൊള്ളണം. ജനങ്ങളെ തല്ലി ഓടിക്കുമെന്ന് പറയുന്നവർ നേതാക്കളല്ല, യോദ്ധാക്കളല്ല, ഗുണ്ടകളാണ്, കച്ചവടക്കാരാണ്. അത് തിരിച്ചറിയണം. ഇപ്പോഴും ചിറ്റൂർ MLA നിയോജക മണ്ഡലത്തിലുള്ള എരുത്തേമ്പതി, കൊഴിഞ്ഞാമ്പ്ര, വടകരപ്പതി, നല്ലേപ്പള്ളി, പെരുമാട്ടി, പട്ടഞ്ചേരി, ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റി, പൊൽപ്പുള്ളി, പെരുവമ്പ്
8 ഗ്രാമപഞ്ചായത്തിനും ഒരു മുനിസിപ്പാലിറ്റിയിലുമുള്ള ഓരോ ജനങ്ങളോടുമുള്ള റിക്വസ്റ്റാണ്. കേരളമൊട്ടാകെ നടന്ന അഴിമതി അതിൻ്റെ വ്യാപ്തി കൂടുതലാണ്. അതൊരു വലിയ പനിമലയുടെ ആ മഞ്ഞുമലയുടെ മുകളിലുള്ള ചെറിയ പാർട്ട് മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയും നിങ്ങളുടെ മുന്നിൽ ഹൃദയപൂർവ്വം നമസ്കാരം, വണക്കം.